ഇന്നത്തെ നമ്മളെ കറക്കം അൽജോഫിലൂടെയൊക്കെയാണ് കേട്ടോ. അൽജോഫ് സിറ്റി കൂടെ ഒന്നും ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അൽജോഫിൽ നിന്ന്. അപ്പോൾ സാബൽ കാസ്റ്റൽ അതുപോലെ തന്നെ കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ, ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ജോലിയുടെ ആവശ്യമായിട്ടാണ് വീണ്ടും അൽജോഫിൽ എത്തിയിരിക്കുന്നത്, കറങ്ങാനല്ല. പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് സമയം നമുക്കുണ്ട്. അപ്പോൾ ഫ്രൈഡേ നമുക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൽജോഫിൽ സാബൽ കാസ്റ്റലിൻ്റെ മേലെ, ഈ ഫോർട്ടിൻ്റെ മേലെ കയറാൻ പോയിട്ട്, ഇതാണ് ഫോർട്ട് കാണുന്നതല്ലോ അല്ലേ, പോയി നോക്കാം. പോർട്ട് ഒരു 1.5 പോർട്ടാണ്, നടക്കുക കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട്. ഓക്കെ, എന്നാലും ഒന്ന് ലാവിഷായിട്ട് ഇങ്ങനെ നടന്നങ്ങോട്ട് കയറാൻ പോവാണ്. ഓക്കെ, ഇതൊരു വല്ലാത്ത സംഭവം തന്നെ എഴുതണ്ടല്ലോ. ഇവിടെ സിമിറ്ററിയൊക്കെ ഉണ്ട്, ഒരു മക്ബറയുണ്ട്, ചെറിയ മക്ബറയാണ് ഈ സൈഡിൽ. ഓക്കെ, ചരിത്രമൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ പറയാനും ആളില്ല, അവിടെ എഴുതി വെച്ചിട്ടുമില്ല, എനിക്കായിട്ട് അറിയില്ല. ഓക്കെ, ഞാൻ ഈ കാഴ്ച മാത്രമാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഈ ഫോർട്ടിൻ്റെ മേലോട്ട് കയറുകയാണല്ലേ. ആദ്യഘട്ടത്തിലൊക്കെ ഒന്ന് ഓടി കയറി ഒന്ന് എൻജോയ് ഒക്കെ ചെയ്ത് കയറി പോവാണ്. പക്ഷേ കുറച്ച് കയറാണ്ട്. എന്തായാലും വളരെ രസമുള്ള ഒരു നല്ല ഫോർട്ടും താഴോട്ടുള്ള വ്യൂ ഒക്കെ ഭയങ്കര രസമാണ്. ഓരോ സൈഡിൽ നിന്ന് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച. എന്തായാലും കുറച്ച് നടന്നിങ്ങനെ അങ്ങോട്ട് കയറി മേലോട്ട് പോവുകയാണ്. ഇതിൻ്റെ സൈഡ് കയറി ചെല്ലുമ്പോൾ പിന്നെ വഴിയൊക്കെ കുറച്ച് ഇടുങ്ങിയ വഴിയായിട്ടാണ്. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കിതയ്ക്കും. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, വെയിലല്ലേ, വൈറ്റമിൻ ഡിൻ്റെ കുറവ് നമുക്ക് നികത്തുകയും ചെയ്യാം. അങ്ങനെ അവിടെ കയറുകയാണ്. എന്തായാലും ഈ കാഴ്ച ഞാൻ ശരിക്കും ഷെയർ ചെയ്യുന്നത്, ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ ഇത്തരം മേഖലയൊക്കെ വരുമ്പം കുറച്ച് കാഴ്ചയൊക്കെ കാണാനും നമുക്ക് സമയം ഒക്കെ നല്ലതാണ്. ചെറുതായിട്ടൊന്ന് കഥയ്ക്കും. സാബൽ കാസ്റ്റലിൻ്റെ മേലോട്ട് കയറുകയാണ്. അടിപൊളി കോട്ടയായിട്ടോ ഉണ്ടല്ലോ അല്ലേ. കോട്ടയുടെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹായിലൊക്കെ ഇങ്ങനെ അൽജോഫ് ഇങ്ങനെ കാണുകയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും നമ്മൾ മേലോട്ട് കയറട്ടെ കേട്ടോ. ഇങ്ങനെ കയറും. അപ്പോൾ നമ്മൾ മേലോട്ട് എത്തുകയാണ്. ഇതാ കാണുന്ന ഈ ഡോറിൽ കൂടെ നമ്മൾ ടോപ്പ്, ഇതാണ് ഡോറ്. മേലോട്ട് കയറി ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ കേട്ടോ. നല്ല ഒരു പിന്നെ മണ്ണ് ചെളി കൊണ്ടുണ്ടാക്കിയ മതിൽ പോലത്തെ മതിലും സൈഡ് മുഴുവൻ ഹോളും. അതിൽ നമ്മൾ ചോട്ട ഓടി കയറി ഇതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ അത് തിരിച്ചിങ്ങോട്ട് പോരുക. പേടിച്ചു കണ്ടില്ലേ, കയറാനൊരു പേടി. തിരിച്ച് കണ്ടതിന് വരുന്നുണ്ട്, അതാ പേടിച്ചൊരു കണ്ടതിന് വരികയാണ്. ഓക്കെ, അപ്പം ഞാനൊന്ന് കയറി നോക്കട്ടെ എന്താണെന്നുള്ളത്. എന്തായിരുന്നാലും അതിനുള്ളിലേക്ക് കുറച്ച് പാടാണ്, എന്നാലും ഒന്ന് കയറി ഇതുണ്ടല്ലേ. ഇതിന് മേലെ ഒരു റൂഫും കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഹോളുകളാണ് സൈഡും എല്ലാ ഭാഗത്തും. ശരിക്കും ഇതിൻ്റെ മേലെ നിന്ന് മുഴുവൻ ഭാഗവും വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ വല്ലാത്ത ഒരു ടെക്നോളജിയും ടെർമിനോളജിയും ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ. മേലോട്ട് ഇനിയും മേലെ കയറി നിൽക്കതാ ഒരു ഹട്ട് പോലെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചയാണ്. പുറത്തോട്ട് നന്നായിട്ട് കാണുകയും ചെയ്യാം. ഓക്കെ, ഏതായിരുന്നാലും ഈ ഒരു കാഴ്ച ശരിക്കും നമ്മൾ വന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. നല്ല ചരിത്രത്തിൽ ഇവിടെ ശരിക്കും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ. അതുപോലെ വേറൊരു ഇതുപോലെ ഓരോ ഭാഗവും ഇതുപോലെ തന്നെയാണ്. ഇതിനുള്ളിൽ കൂടി നമുക്ക് പുറത്തേക്കൊന്ന് കാണാം. ഓക്കെ, ഉണ്ടോ, ഓരോ സ്ഥലത്തുനിന്നും ചുറ്റുഭാഗവും ഇതേപോലെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോർട്ടിൻ്റെ നിർമ്മാണം തന്നെ കേട്ടോ. എത്രയോ പഴയതാണ്. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ കയറി മേലെ ടോപ്പ് റൂഫിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നു. ഈ ഒരു കാണുന്നതാണ് ഏറ്റവും ടോപ്പ്. ഓക്കെ, അതിൻ്റെ മേലേക്ക് കയറാൻ പോകും. അതിൻ്റെ മുകളിൽ കേട്ടോ ഒന്നങ്ങോട്ട് ചാടി കയറി വെക്കുക, കാരണം നമുക്ക് യൗവനം നിലനിർത്തണമല്ലോ. അപ്പോൾ അവന് ചാടി കയറി ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് പോയി നോക്കുക. ഇതാണ് ഇതിനുള്ളിലേക്ക്. ഓക്കെ, അടിപൊളി. ഇത് കണ്ടല്ലോ, എന്താ സെറ്റ്. വാവ്, ഇത് ഭയങ്കരം തന്നെ കേട്ടോ കാഴ്ച ചുറ്റും. എന്നാലും ഉള്ളിൽ കയറി ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊന്ന് കാണാം. അതാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഒന്ന് ക്യാമറ ഇത് കണ്ട് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുള്ളൂ. എന്തൊരു രസമാണ്. അൽജോഫാണ് ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടോ. ഇത്രയും രസമുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും കയറലും ഉറങ്ങലും കുറച്ച് ക്ഷീണമുണ്ട്. പുറത്തേക്ക് അതുപോലെ വരും വേണമല്ലോ. ഇപ്പോൾ അതുകൊണ്ടല്ലോ മേലെ നിന്നുള്ള മൊത്തം അൽജോഫിൻ്റെ വ്യൂ നിങ്ങൾക്കൊന്ന് ഞാൻ ക്യാമറ ടേൺ ചെയ്ത് കാണിച്ചിട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങും. ഇത് കണ്ടല്ലോ, ഇതാണ് അൽജോഫ് മൊത്തത്തിൽ കാണുന്ന ഒരു ഏരിയ. വളരെ രസമുള്ളൊരു കാഴ്ച. നല്ല നമ്മൾ കാണുകയും വേണം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയ കാഴ്ചകൾ. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ പോയി ഇതിൻ്റെ ഒരു ഓവർവ്യൂ എടുത്തിട്ട് നമുക്കിതിനെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു 4-5 മിനിറ്റുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മുഴുവൻ കാണുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും നിർദ്ദേശമൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മളെ യാത്രയിൽ കിട്ടുന്ന വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാനും ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി മേലോട്ടുള്ളൊരു ഓവർവ്യൂ ഫോട്ടോ ഇത് കണ്ടു. ഇതാണ് ഫോട്ടോ മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.